മരിക്കുമ്പോൾ അല്ലാഹു തആലാന്റെ അഭിസംബോധനം, അല്ലാഹു നിയോഗിച്ച മലായികത്ത് അവരുടെ ഭാഗത്തു നിന്നുള്ള അഭിസംബോധനം എന്താണ്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പരിശുദ്ധമായ ദീനിൽ സമാധാനം കണ്ടെത്തിയിട്ടുള്ള നഫ്സിനോട് പറയുകയാണ്, ആത്മാവിനോട് പറയുകയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ശരീഅത്ത്, അതിൽ സമാധാനം കണ്ടെത്തുക. അതാണല്ലോ ദാക തുഅമൽ ഈമാനി, ഈമാനിൻ്റെ സ്വാദ് അതനുഭവിച്ചു കഴിഞ്ഞു. ദാക തുഅമൽ ഈമാൻ, ഈമാനിൻ്റെ സ്വാദ് രുചി അനുഭവിച്ചു. മൻ, ഒരാൾ, അതാണാകട്ടെ പെണ്ണാകട്ടെ, റളിയ ബില്ലാഹി റബ്ബാ, വബിൽ ഇസ്ലാമി ദീനാ, വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അള്ളാഹുവിനെ റബ്ബായിട്ട് അവൻ തൃപ്തിപ്പെട്ടു, അവൻ്റെ രക്ഷിതാവായിട്ട്, അവൻ്റെ സംരക്ഷകനായിട്ട്, അവനെ പരിപാലിക്കുന്നവനായിട്ട്, അവൻ്റെ സൃഷ്ടാവായ, അവനിക്ക് റിസ്ക് നൽകുന്ന, അവനിക്ക് നിലനിൽപ്പ് നൽകുന്ന, അവൻ്റെ എല്ലാം നോക്കിപ്പോരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ റബ്ബായിട്ട് അവൻ പൊരുത്തപ്പെട്ടു. റളിയ, അവിടെ റളിയ എന്നാ പറഞ്ഞത്, പൊരുത്തം. വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമിനെ ദീനായിട്ട് അവൻ പൊരുത്തപ്പെട്ടു. അപ്പം ഹലാലായ നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് അവനിഷ്ടം. ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ അവനിഷ്ടമല്ല. ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവനിക്കതിനിഷ്ടമല്ല, പൊരുത്തല്ല. അങ്ങനത്തെ ഒരു കൽബ് ഇസ്ലാമിനെ ദീനായിട്ട്, അത് കാലത്തിനോട് യോജിച്ചതല്ലാന്നോ, അത് പരിഷ്കാരത്തിനോട് യോജിച്ചതല്ലാന്നോ, അങ്ങനെയൊന്നുമില്ല. അവൻ ഇസ്ലാമിനെ ദീനായിട്ട് അംഗീകരിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്തു. അംഗീകരിച്ചാൽ മാത്രം പോരാ, പൊരുത്തം വേണം. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയാ മുർസലീങ്ങളിവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് കിട്ടിയ ഭാഗ്യം, ഈ ഉമ്മത്തിന് കിട്ടിയ ഭാഗ്യം, അവരുടെ നബി അഷറഫുൽ ഖൽഖായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. ആ നബിൻ്റെ ഒരു ഉമ്മത്തിയാകാൻ എനിക്ക് കഴിഞ്ഞല്ലോ. ആ ഒരു സന്തോഷം കൽബിലുണ്ട്. ആ ഒരു പൊരുത്തവും സന്തോഷവും മനസ്സിലുണ്ട്. 3 കാര്യം: അള്ളാഹുവിനെ റബ്ബായിട്ട് പൊരുത്തപ്പെട്ടു, ഇസ്ലാമിനെ ദീനായിട്ട് പൊരുത്തപ്പെട്ടു. എന്തെല്ലാം ദീനുകളും മതങ്ങൾ ലോകത്തുണ്ട്, പക്ഷേ ഇസ്ലാം അതിനെ ദീനായിട്ട് അവൻ തൃപ്തിപ്പെട്ടു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി കിട്ടിയാലോ എന്നുള്ള സന്തോഷം അവൻ്റെ കൽബിൽ. ഇവൻ ശരിക്ക് ഈമാനുള്ള മനുഷ്യനാ. ദാക തുഅമൽ ഈമാൻ, അവനാണ് ഈമാനിൻ്റെ മധുരം, അതിൻ്റെ സ്വാദ്, അതിൻ്റെ രുചി അനുഭവിച്ചവൻ അവനാണ്.